ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് എന്തോ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അപ്പോൾ എനിക്ക് വാഴക്കൊമ്പിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ വാഴക്കൊമ്പൊന്ന് എടുത്ത് അതിൻ്റെ തുമ്പൊന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് കഴുകിയെടുത്ത് എന്നിട്ട് അത് കൊത്തി ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെച്ച്. ഇനി എന്തോ വേണം, അതിൻ്റെ നൂലൊന്ന് കളയണം. അപ്പോൾ അതിൻ്റെ നൂല് കളയുന്ന ദൗത്യം ഞാൻ അമ്മയെ ഏൽപ്പിച്ച്. അപ്പം അമ്മയാകുമ്പോൾ അതിൻ്റെ നൂല് നല്ല വൃത്തിയായിട്ട് എടുത്ത് തരും. അതിനായിട്ട് അമ്മ കയ്യിൽ എണ്ണയൊക്കെ പുരട്ടിയിട്ട് നൂല് നല്ല വൃത്തിയായിട്ട് അതിൽ നിന്ന് ഓരോ ഇതും കയ്യിലെടുത്ത് ഞെവിടി എൻ്റെ നൂലെടുത്ത്. അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ നൂല്. ഈ നൂലിങ്ങനെ കയ്യിലിട്ട് തിരുമുമ്പോഴത്തേക്ക് എണ്ണ തേച്ച് തിരികിയാലാണ് ഇത് വരുന്നത് കയ്യിലോട്ട്. അപ്പോൾ ഇത് തിരികെ എടുക്കുമ്പോഴത്തേനും അതിൻ്റെ നൂല് വരും. ഈ കാണുന്നതാണ് അതിൻ്റെ നൂല്. ഇനി ഞാൻ അതിനകത്തോട്ട് കുറച്ച് കൊച്ചുള്ളി അരിയാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് കൊച്ചുള്ളി എടുത്തത്. അപ്പോൾ വലിയ ഉള്ളിയല്ല, സവാളയല്ല, കൊച്ചുള്ളി എടുത്ത്. കൊച്ചുള്ളി ഒന്ന് കണക്ക് കൊത്തി അരിഞ്ഞ് റെഡിയാക്കി വെച്ച്. അതിനുശേഷം ഞാൻ ഇരുമ്പേട്ടി ചൂടാക്കി സ്റ്റൗവിൽ വെച്ചിട്ട് സ്റ്റൗ കത്തിച്ച് ഇരുമ്പേട്ടി വെച്ച് അതിനകത്ത് കടു പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്ന ഈ കൂമ്പും ഉള്ളിയും കൂടെ അതിനകത്തിട്ട് ഇളക്കിയെടുത്ത്. ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് അതൊന്ന് അടച്ച് വെച്ച് അതിനകത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാൻ വെച്ച്. ഇനി ഇതിനകത്ത് അരപ്പ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് 2-3 അല്ലി വെളുത്തുള്ളി ഇട്ട് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ജീരകം ഇട്ട് ഒരു കൈപ്പിടി തേങ്ങയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. ഇത്തിരി ഒന്ന് കറക്കി കഴിയുമ്പോഴത്തേനൊന്ന് ചതഞ്ഞ് കിട്ടും. എന്നിട്ട് അത് ഇതിനകത്തോട്ട് ഈ കൂമ്പിലോട്ട് അതങ്ങ് ചേർത്ത് കൊടുക്കുക. അത് ചേർത്തിട്ട് അതൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആ അരപ്പ് ആ ആവിയിലൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടും. അതിന് ശേഷം അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി. അത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് അടച്ച് വെക്കണം. അടച്ച് വയ്ക്കുമ്പോഴത്തേന് ആവിയിലിരുന്ന് നന്നായിട്ട് അരപ്പും പിടിച്ച് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ ഇതൊന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഇനി ഞാനൊരു കാര്യം പറയാം, ഞാനിതിനകത്ത് കറിവേപ്പില ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി കറിവേപ്പില ചേർക്കുന്നവർക്ക് കറിവേപ്പില ചേർക്കാവുന്നതാണ്. ഞാനിതിനകത്ത് കറിവേപ്പില ചേർത്തിട്ടില്ല. ഞാൻ കറിവേപ്പില ചേർക്കുന്നത് അരപ്പിനകത്താണ്, അരയ്ക്കുമ്പോഴാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂമ്പ് തോര ഇവിടെ റെഡി ആയിരിക്കണം. ഓക്കെ, ബൈ, താങ്ക് യു.